നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റോപ്പ് ഒരു ഇന്ത്യൻ സ്റ്റോറിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകണം. ഇവിടെ നമുക്ക് പല ബ്രാൻഡുകളിലുള്ള എണ്ണയും ശർക്കരയൊക്കെ കിട്ടും. അതുപോലെ പലതരത്തിലുള്ള പയർ, കടല, പരിപ്പ് തുടങ്ങിയ എല്ലാ ഗ്രോസറി സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് വെജിറ്റബിൾ ആട്ട നൂഡിൽസിൻ്റെ അടുത്താണ്. അത് ഞാൻ 2 പാക്കറ്റ് എടുക്കുകയാണ്. അതിൻ്റെ വില ഇവിടെ കൊടുത്തിരിക്കുന്നത് 3.99 ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൂട്ടിയുടെ അടുത്തോട്ട് പോയി. കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടി. ഇവിടെ വില 3.99 ആണ്, പക്ഷെ ഞാനത് എടുക്കുന്നില്ല. ഇത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ ഇവിടെ ലഭ്യമാണ്. പല ബ്രാൻഡുകളിലുള്ള ബിസ്ക്കറ്റുകളും ഇവിടെ കിട്ടും. ഇത് സ്നാക്സിൻ്റെ സെക്ഷനാണ്. ഇത് സ്പൈസസ്, കുരുമുളക് അങ്ങനെയൊക്കെയുള്ള. എനിക്ക് കുറച്ച് തേങ്ങ വേണമായിരുന്നു. അപ്പം ദീപിൻ്റെ ഷ്രെഡഡ് കോക്കനട്ട് ഫ്രോസൺ തേങ്ങ, അത് ഞാനൊരു പാക്കറ്റ് എടുത്തു. ഇവിടെ നമുക്ക് പല ടൈപ്പിലുള്ള അച്ചാറുകൾ വാങ്ങാൻ കിട്ടും. മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, അങ്ങനെ പലതിനും സെയിലും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റോപ്പ് മക്ഡൊണാൾഡ്സ് ആണ്. അപ്പം ഞങ്ങൾ മക്ഡൊണാൾഡ്സിലോട്ട് കയറാൻ പോവാം. ഇവിടെ മക്ഡൊണാൾഡ്സിൽ വന്നിട്ട് ഞാൻ കരുതി ടച്ച് സ്ക്രീൻ വഴി ആവശ്യമായ ഐറ്റംസ് നമുക്ക് ഓർഡർ ചെയ്യാമെന്ന്. ടച്ച് സ്ക്രീൻ വഴി ഐറ്റംസ് ചൂസ് ചെയ്തിട്ട് അവിടെ തന്നെ പേ ചെയ്താൽ മതി. അപ്പം നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടച്ച് സ്ക്രീൻ വഴി നമുക്ക് സെലക്ട് ചെയ്യാം. ഈറ്റ് ഇൻ, ടേക്ക് ഔട്ട്. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്തത് ഈറ്റ് ഇൻ ആണ്. ഞാനിവിടെ വാങ്ങിച്ചത് 1 മക് ചിക്കൻ ഹാബിനാരോയും 1 ജൂനിയർ ചിക്കനും 2 മീഡിയം ഫ്രൈസും 1 മീഡിയം സ്പ്രൈറ്റും. പിന്നെ ഞാൻ 2 വാനില കോൺ ഐസ്ക്രീമും വാങ്ങിച്ചു. ഞങ്ങളിവിടെ ഇപ്പം 3ാമത്തെ സ്റ്റോപ്പിലെത്തി. ഞങ്ങളുടെ 3ാമത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കനേഡിയൻ ടയറാണ്. ഈ കനേഡിയൻ ടയർ എന്ന് പറയുന്നത് കാനഡയിലെ തന്നെ ഒരു വലിയ റീറ്റെയിൽ സ്റ്റോറാണ്. ഇവിടെ നമുക്ക് കിച്ചൺ യൂട്ടൻസിൽസ്, അതുപോലെ വീടാവശ്യത്തിനുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ കാറിന് സാധനങ്ങളും, അതുപോലെ ഇവിടെ ചെടി കിട്ടും. അതുപോലെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ ഗാർഡനിലെ ഒരു ഗാർഡൻ ബെഡ് മേടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിത് അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. ബാർബിക്യൂ ഗ്രിൽസ് ആണ് ഇരിക്കുന്നതൊക്കെ. പല ടൈപ്പിലും സൈസിലുള്ള ബാർബിക്യൂ ഗ്രിൽസ് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഗാർഡൻ ആവശ്യമായ പോട്ടുകൾ, അത് പല ടൈപ്പുകളുള്ള പോട്ടുകളും എല്ലാ സൈസിലുള്ള പോട്ടുകളും നമുക്ക് കിട്ടും. അതുപോലെ പ്ലാന്റ് ഫുഡ് ഇവിടെ കിട്ടും. പ്ലാന്റ്സിൻ്റെ വേസ്റ്റൊക്കെ കളയുന്ന ബാഗാണ്. ഇതിവിടെ ഇപ്പം സെയിലുണ്ട്. കിച്ചണിന് ആവശ്യമായ ഐറ്റംസാണ് ഇവിടെ ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ തവി, സ്പൂണ്, അതെല്ലാം നല്ല ഈ സൈഡിൽ ഇരിപ്പുണ്ട്. കനേഡിയൻ ടയറിലെ തന്നെ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് ഞാനൊരു ഹൈഡ്രാഞ്ചിയ വാങ്ങിച്ചു. അതിന് സെയിലുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോകുന്ന അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് 2 ഗാർഡൻ സെൻറ്ററിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സൂപ്പർ ഗാർഡൻ സെൻറ്ററാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഇൻഡോർ, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ കിട്ടും. നമുക്കിവിടുത്തെ വിൻറ്റേജ് കളക്ഷൻ ഒന്ന് കയറി കണ്ടാലോ? വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ക്യാച്ചിങ് പീസാണിത്. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഗാർഡനൊരു പ്രത്യേക ഭംഗി തന്നെ കിട്ടും. അതുപോലെ ഇവിടെ വച്ചിരിക്കുന്ന വിവിധതരം ചെടിച്ചട്ടികൾ, ചെറുതും വലുതുമായ പല ഡിസൈനുള്ള ചെടിച്ചട്ടികളും നമുക്ക് കാണാം. ഇവിടെ കാണുന്നത് മനോഹരമായ ബട്ടർഫ്ലൈസ് ആണ്. ബട്ടർഫ്ലൈസ് ഫെൻസിലൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിട്ടും. അതുപോലെ ഇവിടെ പഴയ കാലത്തെ യൂണിക് ആൻഡ് റെയർ ഐറ്റംസ് എല്ലാം വളരെ നല്ലതുപോലെ അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് മനോഹരമായ 2 ആമയുടെ സ്റ്റാച്ചു ആണ്. അത് ഗാർഡനൊക്കെ ഒരു പീസ്ഫുൾ ആൻഡ് നാച്ചുറൽ ലുക്ക് നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ഐറ്റമാണിത്. അതുപോലെ ആനയുടെ പെയിൻറ്റിങ് അതും സൂപ്പറായിട്ടുണ്ട്.
അതുപോലെ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, അതുപോലെ നമ്മുടെ സാധാരണ ഗാർഡൻ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഇൻഡോർ ഡെക്കറേഷനായി ഉപയോഗിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ബേർഡാണിത്. ഇത് മനോഹരമായ ഒരു ഔട്ട്ഡോർ വാട്ടർഫോളാണ്. വെള്ളത്തിൻ്റെ ശബ്ദവും തണുത്ത കാറ്റും എല്ലാം കൂടി ഒരു നാച്ചുറൽ വൈബ് തരുന്നുണ്ട്. അതുപോലെ പല തരത്തിലുള്ള പ്ലാന്റ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല വെളുത്ത റോസാപ്പൂക്കൾ, ചെറിയ അത് കൊലയായിട്ട് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്, അത് കാണാനും സൂപ്പറായിട്ടുണ്ട്. ആ കാണുന്ന ട്രീ ആപ്പിൾ ട്രീ ആണ്. അതിൽ ആപ്പിൾ പിടിച്ച് നിൽപ്പുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഗാർഡൻ സെൻറ്റർ. ഇവിടെയും ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. അത് കാണുന്നത് ഓറഞ്ച് ട്രീ ആണ്. ഓറഞ്ച് പിടിച്ച് നിൽപ്പുണ്ട് അതിൽ. ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പ് പൂക്കളും ചെടികളും ഒക്കെ കാണാം. ഇപ്പോൾ ഇവിടെ സെയിലുണ്ട്. ഇനി ഇവിടെ കുറേ സ്ട്രോബെറി പ്ലാന്റ്സ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ നിറയെ ചെറിയ പ്ലാന്റ് ആണെങ്കിലും ഒരുപാട് സ്ട്രോബെറി അതിൽ പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.